പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്നലെ നമ്മളൊരു വീഡിയോയ്ക്കകത്ത് പറഞ്ഞു ദൃശ്യം 3യെ പറ്റി. 100 കോടി രൂപയ്ക്ക് മുകളിലാണ് ഇതിൻ്റെ ഡീല് നടന്നിരിക്കുന്നത് പനോരമ സ്റ്റുഡിയോയുമായിട്ട് എന്ന് നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ ഇതിന് താഴെ പല കമൻറ്റുകളും ഇയാൾ ഭയങ്കര തള്ളാണറ്റു എന്നൊക്കെ പറഞ്ഞിട്ട് പല കമൻറ്റുകളും വന്നു. നമ്മളതൊന്നും കാര്യമാക്കത്തില്ല എന്ന് നേരത്തെ തന്നെ അറിയാമല്ലോ. ഏതായാലും ഇന്ന് എല്ലാ മാധ്യമങ്ങളിലെല്ലാം ഈ ഡീലുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പുറത്തു വന്നു. കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. എന്നാലും 100 കോടി രൂപയ്ക്ക് മുകളിലാണ് ഇതിൻ്റെ ഡീല് നടന്നിരിക്കുന്നത് എന്ന് ഏകദേശം ഉറപ്പാക്കിയിരിക്കുകയാണ്. ന്യൂഫ് പുറത്തുവിട്ട കണക്കും പ്രകാരം 160 കോടി രൂപയ്ക്കാണ് ഡീല് നടന്നിരിക്കുന്നത് എന്നാണ്. വമ്പൻ സംഭവം അല്ലേ? ഒരു സിനിമ നവംബർ 30 ഷൂട്ടിംഗ് അവസാനിക്കത്തുള്ളൂ എന്നാണ് കേൾക്കുന്നത്, ദൃശ്യം 3. അപ്പോൾ അതിൻ്റെ ഡീല് മലയാളത്തിൽ ഒഴിച്ചുള്ള ബാക്കി എല്ലാ ഭാഷയിലെയും ഡീല് നടന്നിരിക്കുന്നത് 160 കോടി രൂപയ്ക്കാണ്. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഡീലാണ്. ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല. നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, തമിഴിലും ഹിന്ദിയിലുമൊക്കെ ഇങ്ങനെയുള്ള ഡീല് നടക്കുമ്പം നമ്മൾ കൊതിയോടെ നോക്കി കണ്ടിട്ടുണ്ട് മലയാളത്തിൽ ഇതെങ്ങനെയാണ്. പലതും ലാലേട്ടനിലൂടെ നമ്മൾ സാധിക്കുന്നതാണ് കണ്ടത്. മലയാള സിനിമ നമ്മൾ വിദേശ രാജ്യങ്ങളിലെ പല ചിത്രങ്ങളും റിലീസ് ചെയ്യുമ്പോൾ, ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലും പല രാജ്യങ്ങളിലും റിലീസ് ചെയ്യുമ്പോൾ അന്നും നമ്മൾ കൊതിയോടെ നോക്കിയിട്ടുണ്ട്. നമ്മൾ മലയാളത്തിൽ ഇതെന്നാണ്. എമ്പുരാനിലൂടെ ഏകദേശം 19ഓളം രാജ്യങ്ങളിൽ റിലീസ് ചെയ്തു. അത് വമ്പൻ ഹിറ്റാണ്. അതിൻ്റെ ഈ വിദേശ മാർക്കറ്റിൽ നിന്ന് 100 കോടി അടിക്കുന്നത് എന്നാണെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. അത് എമ്പുരാനിലൂടെ സാധിച്ചു. അതിനുശേഷം ലിയോയുടെ 12 കോടി ആദ്യ ദിന കളക്ഷൻ തകർക്കുന്നത് എന്നാണെന്ന് നമ്മൾ ചിന്തിച്ചു. അത് സാധിച്ചു. മലയാള സിനിമ ആദ്യ ദിനം 50 കോടിയൊക്കെ പിന്നിടുന്നത് എന്നാണെന്ന് നമ്മൾ ചിന്തിച്ചു. അതും എമ്പുരാനിലൂടെ 68 കോടി നേരിട്ടു. ഇതിപ്പം 100 കോടിയും കടന്ന് 160 കോടിയിലേക്ക് ഒരു പടം ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ റൈറ്റ്സ് വിറ്റുപോയി എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ്. മലയാള സിനിമയ്ക്ക് ഇത് ഗുണകരമാകാനേ വഴിയുള്ളൂ. ഇപ്പം ഇതിൻ്റെ നായകൻ മോഹൻലാൽ ആയതുകൊണ്ട് മോഹൻലാലിനെ എതിർക്കുന്ന പലരും ഇതിനെതിരെ രോഷം കൊള്ളുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ മലയാള സിനിമയെ സംബന്ധിച്ച് എപ്പോഴും നല്ലതേ ഇത് സംഭവിക്കത്തുള്ളൂ എന്ന് ഉറപ്പാണ്. കാരണം പുതിയ പുതിയ ചിത്രങ്ങളുണ്ടാകാനും വമ്പൻ ഡീലുകൾ മലയാളത്തിലും പറ്റുമെന്ന് നിർമ്മാതാക്കൾക്ക് കാണിച്ചു കൊടുക്കാനും ഒക്കെ ഇത് കഴിയുന്നുണ്ട് എന്നുള്ള OTT അവകാശം വമ്പൻ തുകയ്ക്കാണ് നമ്മൾ 2 വിറ്റത്. അന്നൊരു ഭയങ്കര വാർത്തയായിരുന്നു അല്ലേ? അതിനുശേഷം 160 150 കോടി 160 കോടിക്കൊക്കെ നമ്മുടെ ഒരു മലയാള ചിത്രം വിദേശ മാർക്കറ്റിലൊക്കെ വിൽക്കുക എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. ഇപ്പം അത് സാധിച്ചിരിക്കുന്നു. ഇക്കാര്യം പറയുന്നത് 100 കോടിക്ക് മുകളിൽ, പല മാധ്യമങ്ങളും പറയുന്നത് 100 കോടിക്ക് മുകളിൽ നടന്നു എന്നാണ്. അപ്പം കൃത്യമായിട്ട് 100 കോടിക്ക് മുകളിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ റിലീഫ് എന്ന് നടക്കും എന്ന് ഞാൻ ഇന്നലെ ഏകദേശം ഒരു ഊഹം പറഞ്ഞിരുന്നു. ജനുവരി അല്ലെങ്കിൽ മാർച്ചിലേക്കാകാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യത. ജനുവരിയിലേക്ക് സാധ്യത എനിക്ക് തോന്നുന്നില്ല. കാരണം ഡിസംബർ 1 മാസമേ ഉള്ളൂ. ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നടക്കണം. പിന്നെ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഇതിൽ എന്താണ് മൂന്നാമത്തെ പാണ്ടും കണ്ട പോലെ വലിയ ഇഷ്ടമൊന്നുമില്ല എന്ന് ജിത്തു പറഞ്ഞെങ്കിലും ഈ പനോരമ സ്റ്റുഡിയോ ഒക്കെ ഇത് കൃത്യമായിട്ട് ഈ സിനിമയുടെ ഇതൊക്കെ കണ്ടതിന് ശേഷമാണല്ലോ ഇത് ഡീൽ ചെയ്തിരിക്കുന്നത്. ഇത്രയും വലിയ തുകയ്ക്ക് ഈ ചിത്രം അവർ നേടണമെങ്കിൽ, അതുപോലെ വമ്പൻ സ്റ്റുഡിയോ, ഹിന്ദി മേഖലയിലൊക്കെ ഇന്ത്യയിലെ ഏറ്റവും വമ്പൻ സ്റ്റുഡിയോ ഇത് മേടിക്കണമെങ്കിൽ അവരൊന്നും കാണാതെ മേടിക്കത്തില്ലല്ലോ. അപ്പം ജിത്തു നമ്മളെ കളിപ്പിച്ചു എന്നാണ് തോന്നുന്നത്. ജിത്തു പലപ്പോഴും പറഞ്ഞ് നമ്മളെ കളിപ്പിക്കാറുണ്ടല്ലോ. കുടുംബചിത്രമാണെന്ന് പറഞ്ഞ് ദൃശ്യം വന്നപ്പം നമ്മളെ കളിപ്പിച്ചു. അങ്ങനെ പലപ്പോഴും നമ്മളെ കളിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എന്തൊക്കെയോ വമ്പൻ ഡിസ്റ്റുകൾ ഈ ചിത്രം ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഡീലിന് പനോരമ സ്റ്റുഡിയോ സമ്മതിച്ചത് എന്ന് ഏകദേശം ഉറപ്പാണ്. കൈ നനയാതെ മീൻ പിടിക്കുക എന്നുള്ള ആൻ്റണി പെരുമ്പാവൂരിൻ്റെ തന്ത്രം ഇവിടെയും വിജയിച്ചു എന്നുള്ളതാണ്. ആശീർവാദ് ബിസിനസ് ഞാൻ എപ്പോഴും പറയുന്നു, ആൻ്റണി പെരുമ്പാവൂർ എന്ന് പറയുന്ന വ്യക്തിയെ ഈ ബിസിനസ് ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല.
അത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന കാര്യം തന്നെയാണ്. എമ്പുരാനിൽ നമ്മൾ കണ്ടത്, ദൃശ്യം 3-യിൽ കണ്ടത്, ദൃശ്യം 2-ൽ കണ്ടത് വമ്പൻ ബിസിനസ് തന്ത്രങ്ങൾ തന്നെയാണ് ആൻ്റണി പെരുമ്പാവൂർ മലയാള സിനിമയ്ക്ക് നൽകുന്നത്. എനിക്ക് തോന്നുന്നു വരും പല കൊല്ലങ്ങളിൽ പുതിയ പുതിയ നല്ല ചിത്രങ്ങൾ, ലാലേട്ടൻ്റെ തന്നെ അല്ല, പല പല നടന്മാരുടെയും വമ്പൻ ചിത്രങ്ങൾ ഇറങ്ങാനും അത് വിദേശ മാർക്കറ്റിലൊക്കെ കോടികൾക്ക് വിറ്റുപോകാനൊക്കെ കഴിയുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. വരും കൊല്ലത്തിൽ ഒരു 500 കോടിയൊക്കെ മലയാള സിനിമയിൽ നിന്ന് നേടട്ടെ അല്ലേ. 300 കോടി നേടിയ ാനുണ്ട്, ലോകയുണ്ട്. അതൊക്കെ പിന്നെ കേരളത്തിൽ നിന്ന് മാത്രമായി 100 കോടി നേടിയ തുടരുമുണ്ട്, ലോകയുണ്ട്. അപ്പം മലയാളത്തിൽ നിന്നൊക്കെ വമ്പൻ കളക്ഷൻ ഉണ്ടാകട്ടെ, അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കാം. അപ്പം ദൃശ്യം 3 അപ്ഡേറ്റാണ്, പുതിയ അപ്ഡേറ്റാണിത്. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാനെത്താം. ഓക്കെ, ബൈ.